നമസ്കാരം. കേന്ദ്ര സർക്കാർ രൂപീകരണ ചർച്ചയുടെ ഭാഗമായി ചേർന്ന NDA യോഗത്തിൽ നരേന്ദ്രമോദിയെ NDA സഖ്യം നേതാവായി തിരഞ്ഞെടുത്തു. മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി മോദി ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സംഘം വൈകാതെ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. മോദി, അമിത്ഷാ, JP നദ്ദ, ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുക. ജൂൺ 7-നാകും ഇവർ രാഷ്ട്രപതിയെ കാണുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം തെലുങ്ക് ദേശം പാർട്ടി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷൻ നിതീഷ് കുമാർ എന്നിവർ പിന്തുണ എഴുതി നൽകിയതായിട്ടാണ് വിവരം. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ നേതൃത്വം നൽകാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുണ്ട്. NDA സഖ്യത്തിന് ആകെ 543-ൽ 294 സീറ്റുകളാണ് ജയിക്കാനായത്. ഇന്ത്യയിൽ മൂന്നാം തവണയും അധികാരം നിലനിർത്തുന്ന രണ്ടാമത്തെ നേതാവാകും നരേന്ദ്രമോദി. അതിനിടയിൽ 7 MPമാരുടെ ചെറിയ പാർട്ടികളിൽ നിന്നുള്ള MPമാരുടെ പിന്തുണ കൂടി NDA സഖ്യത്തിന് ലഭിച്ചതായുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിനു മുൻപ് ജവഹർലാൽ നെഹ്റുവിന് മാത്രമാണ് ആ നേട്ടം സ്വന്തമാക്കാനായത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേർന്നിരുന്നു. ഇതിൽ അടുത്ത സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയായി. 400 സീറ്റ് നേടുമെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന BJP ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ അടുത്ത സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ ചെടികളും പൂക്കളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡറും ക്ഷണിച്ചു. 21.97 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായിരുന്നു ടെൻഡർ എന്നായിരുന്നു റിപ്പോർട്ട്. ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം തന്നെ ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപാതയിലോ BJPയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. രാജ്യത്തുടനീളമുള്ള പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന MPമാരുടെ യാത്ര, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ്, താമസ സൗകര്യം എന്നിവ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 293 സീറ്റ് നേടിയ NDA സർക്കാർ ശനിയാഴ്ച സർക്കാർ രൂപീകരിക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത്. നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന പ്രത്യേകതയാണ് ഈ ഒരു ചടങ്ങിനുള്ളത്. ഇന്ന് ചേർന്ന NDA സഖ്യകക്ഷികളുടെ യോഗം മോദിയെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും സർക്കാർ രൂപീകരണത്തെ പിന്തുണയ്ക്കുന്ന രേഖാമൂലമുള്ള കത്ത് BJPക്ക് കൈമാറിയതായും റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനും സർക്കാർ രൂപീകരണം ചർച്ച ചെയ്യാനുമാണ് മോദിയുടെ വസതിയിൽ NDA നേതാക്കൾ ഒത്തുചേർന്നത്. ഇന്ന് തന്നെ ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും എന്നാണ് കരുതിയിരുന്നത്. എങ്കിലും അത് മാറ്റിവെച്ചു. 7-ാം തീയതി MPമാരുടെ യോഗത്തിന് ശേഷം സർക്കാർ രൂപവൽക്കരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിയെ കാണാമെന്നും യോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, TDP നേതാവ് N ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, JDU നേതാക്കളായ ലല്ലൻ സിംഗ്, സഞ്ജയ് ഝാ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ രൂപീകരിക്കുന്നതിന് പിന്തുണ അറിയിച്ച് JP നദ്ദയ്ക്ക് ഏക്നാഥ് ഷിൻഡെയുടെ കത്ത് ശിവസേന കൈമാറിയിട്ടുണ്ട്. TDP, JDU, പവൻ കല്യാണിൻ്റെ ജനസേന എന്നീ പാർട്ടികൾ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും. തങ്ങൾ NDAയിലാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് തൊട്ടുമുമ്പ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരുന്നു. ആന്ധ്രയിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 16-ലും വിജയം TDPക്കായിരുന്നു. ബീഹാറിൽ 40-ൽ 12 സീറ്റിലാണ് JDUവിൻ്റെ വിജയം. 2014-ൽ 282 സീറ്റുകളായിരുന്നു BJPക്ക് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. 2019-ൽ അത് 303 ഉയർന്നു. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ 240 സീറ്റുകൾ മാത്രം നേടാനേ BJPക്ക് സാധിച്ചുള്ളൂ. 272 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്കെത്താൻ 32 സീറ്റുകളുടെ കുറവാണ് ഉള്ളത്. മൂന്നാം തവണ അധികാരത്തിലേക്കെത്താൻ NDA സഖ്യകക്ഷികളുടെ പിന്തുണ BJPക്ക് അനിവാര്യമാണ്. ആഭ്യന്തരമടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത് BJPക്ക് തലവേദനയായിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. അടുത്ത സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കാവൽ പ്രധാനമന്ത്രിയായിരിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മോദിയും അമിത്ഷായും TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ള ഘടകകക്ഷികളെ ഫോണിൽ വിളിച്ചിരുന്നു. TDPയെ NDAയിൽ തന്നെ നിലനിർത്താനാണ് ശ്രമം. NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി. എന്നാൽ നിതീഷ് കുമാർ ഇതുവരെ വ്യക്തമായ നിലപാട് അറിയിച്ചിട്ടില്ല. നിതീഷും നായിഡുവും കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി BJPക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പദവി, കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ, സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണം അടക്കമുള്ള വിഷയത്തിൽ തുടർ നടപടികൾ ആലോചിക്കാനായി ഇന്ത്യ മുന്നണി യോഗവും ഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് അല്പസമയം മുൻപ് യോഗം ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കവേ JDU അധ്യക്ഷൻ നിതീഷ് കുമാറും RJD നേതാവ് തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലെത്തി. നിതീഷ് തേജസ്വിക്കൊപ്പം വിമാനയാത്ര നടത്തുന്ന ദൃശ്യവും പുറത്തുവന്നു.
നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചുവെന്ന് നേരത്തെ മുതൽ അഭ്യൂഹമുയർന്നിരുന്നു. അതേസമയം JDU BJPക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് കുമാറിൻ്റെ അടുത്ത അനുയായി KC ത്യാഗി വാർത്താ ഏജൻസിയായ ANIയോട് വ്യക്തമാക്കി.